ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ 16ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അടുത്ത നാളുകളിൽ ഒരിക്കൽ പൈശാചിക ആവാസമുള്ള ഒരു വ്യക്തിയെ വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ കുർബാന ആരംഭിക്കുകയാണ്. വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ ഈ പൈശാചിക സാന്നിധ്യം ഈ വ്യക്തിയിലുള്ളത് കണ്ടമാനം അസ്വസ്ഥപ്പെട്ട് ബഹളം വെക്കുന്ന അനുഭവം പല ദിവസങ്ങളിലുണ്ട്. എങ്കിലും ഞങ്ങളുടെ കുർബാന ഒരുമിച്ച് ചൊല്ലി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ കുർബാന ആരംഭിക്കാറായപ്പോൾ ഈ വ്യക്തിയിലുള്ള തിന്മയുടെ എരിവി അങ്ങ് വെളിപ്പെട്ടിട്ട് ബഹളം വെക്കാൻ തുടങ്ങി. ഞങ്ങളത് മൈൻഡ് ചെയ്യാതെ ആ വ്യക്തിയെ ബലമായിട്ട് ശുശ്രൂഷകരെ പിടിച്ചിരുത്തിയിട്ട് ഞാൻ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ശുശ്രൂഷകരെ പാട്ടുപാടി കുർബാനയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഈ പൈശാചിക അരൂപി ഇങ്ങനെ അലറി വിളിച്ച് പറയുകയാണ്, ഇതേ ഇവിടെ മുഴുവനും മാലാഖമാർ വന്ന് നിൽക്കും, സ്വർഗം ഇറങ്ങി വരികയാണ്, എന്നെ ഇവിടുന്ന് മാറ്റിക്കൊണ്ട് പോകും, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എന്നെ ഇവിടുന്ന് മാറ്റിക്കൊണ്ട് പോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചൂടായിട്ട് അടുത്തേക്കുന്നുണ്ട് ബഹളം വന്ന് കയർക്കുകയാണ്. എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ടുപോകും, എന്നെ മാറ്റ് ഒരു കൊടുത്ത് കുതിരുകയാണ്. ഇത് കേട്ടുകൊണ്ട് ഞാൻ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ താരേഖിലേക്ക് വരുമ്പോൾ ഞാൻ അവിടെ തന്നെയാണ് തിരുവസ്ത്രം അണിയുന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു, ദൈവമേ, വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പം ഇതുപോലെ അങ്ങയുടെ തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങൾ നിറയുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ പലപ്പോഴും. ഞാൻ വൈദികനായിട്ട് 38 വർഷമായി. ഓരോ ദിവസവും ബലിയർപ്പിച്ചിട്ട് 38 വർഷങ്ങൾ ചെറുക്കമായിട്ട് മുടങ്ങിപ്പോയിട്ടെങ്കിൽ പോലും അപ്പോഴൊക്കെ ഇത് കുർബാനയിൽ പ്രാർത്ഥനകളിൽ നിരന്തരം ആവർത്തിച്ച് ശുശ്രൂഷയും ഒക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സിറമർമ്മ കുർബാനയിൽ ശുശ്രൂഷ ഇടയ്ക്ക് ചൊല്ലിൽ ഇപ്പോൾ ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ കുറിച്ച് ധ്യാനിക്കുവിൻ. കർത്താവിൻ്റെ സിംഹാസനത്തിന് ചുറ്റും മാലാഖമാരെ ക്രോബേശ്രാപ്പന്മാരെ ഭയഭക്തിയോടെ നിൽക്കുന്നു. ഉച്ചസ്വരത്തിൽ അവർ ദൈവത്തെ പാടി സ്തുതിക്കുന്ന ശ്രദ്ധിച്ച് നിശബ്ദരായിട്ട് ധ്യാനിക്കുവിൻ ഇപ്പോൾ ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്ന കാര്യങ്ങൾ. അതുപോലെ തിരുവോസ്തി ഈശോയുടെ തിരുസാന്നിധ്യം ഉയർത്തുന്ന വിഭജന ശുശ്രൂഷ സമയത്ത് ക്രോബേശ്രാപ്പന്മാർ ആദരവോടെ നിൽക്കുന്നു, സൂക്ഷിച്ചു വീക്ഷിക്കുന്നു കർത്താവിൻ്റെ തിരുമയെ വിഭജിക്കുന്ന വൈദികനെ എന്നൊക്കെ പറഞ്ഞ എല്ലാ പാട്ടുകളും ആഹ്വാനങ്ങളും പ്രാർത്ഥന എല്ലാം കുർബാനുക്രമത്തിൽ ആദ്യം അവസാനം വരെ ഉള്ളതാണ്, കേൾക്കുന്നതാണ് ഓരോ ദിവസവും. എങ്കിൽ പോലും അതേക്കുറിച്ച് തിരിച്ചറിവ് പലപ്പോഴും ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ ഒരു അനുഭവം ഉണ്ടായ ശേഷം പിന്നെ കുർബാനയ്ക്ക് കയറുമ്പോഴൊക്കെ ഞാൻ ഈ ഒരു ആത്മീയ അന്തരീക്ഷം എന്നിലേക്ക് ഇങ്ങനെ ഒപ്പിയെടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ നോക്കുമ്പോഴും മർക്കോസിന്റെ സുവിശേഷത്തിൽ ആദ്യ അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നൊരു കാര്യമാണ് ഈശോയിലുള്ള ദൈവസാന്നിധ്യം, ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞിട്ട് നിക്കക്കള്ളിയില്ലാതെ അലറി പിടിച്ച് ബഹളം വെക്കുന്ന അശുദ്ധാത്മാക്കളാണ് ആദ്യം. നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. കബർനാമിനെ സ്നേഹോപദേശം പഠിപ്പിക്കാനായിട്ട് ഇത് കയറി കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ അശുദ്ധാത്മാവ് അലറുകയാണ്, നീ ആരാണെന്ന് എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഈശോ പറയാം, നിശബ്ദനായിരിക്കും, മിണ്ടിപ്പോകരുത്. മർക്കോസ് 1:21 വാക്യങ്ങളാണ്. അത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ ഖണ്ഡികയിലും പത്രോസിന്റെ അമ്മായിമ്മയുടെ സൗഖ്യത്തിന്റെ വിവരം പറഞ്ഞു കഴിയും, വിവരണങ്ങൾ നൽകിയിട്ട് അത് സായാഹ്നമായപ്പോൾ അനേക പിശാച് ബാധിതരെ രോഗികളെല്ലാം ആൾക്കാർ കൊണ്ടുവന്നു. പശുദ്ധാത്മാക്കൾ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, അവിടെ ഈശോ അവരെ ശാസിച്ച് മിണ്ടരെന്ന് പറയുകയാണ്. മർക്കോസ് 3-ാം അധ്യായത്തിൽ 11-12 വാക്യങ്ങളാണ്. അശുദ്ധാത്മാക്കൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കാൻ അവൻ അവയെ അനുവദിച്ചില്ല. അശുദ്ധാത്മാക്കൾ ഇങ്ങനെ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ട് അലറി വിളിച്ചിട്ട് ഏറ്റവും വിളിച്ചു പറയാൻ ഇടയാകും വരുന്നതിന് കാരണം അവർക്ക് ഈശോയുടെ സാന്നിധ്യം സന്തോഷമായതുകൊണ്ട് അത് പ്രഖ്യാപിക്കാനൊന്നുമല്ല. പിശാചുക്കൾ സത്യം പറയുന്നവരല്ല, നമുക്കറിയാം. പക്ഷെ ഇത് അവർ നിവൃത്തിയില്ലാതെ വിളിച്ചു പറഞ്ഞ് പോകുന്നതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം വരുന്നിടത്ത് പിശാചുക്കൾക്ക് നിൽക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് അവരുടെ നിസ്സഹായതയിൽ, അസഹനീയമായ പീഡയിൽ അവരിങ്ങനെ അലറി വിളിച്ച് അറിയാതെ പറഞ്ഞു പോകുന്ന സത്യങ്ങളാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, പിശാചുക്കൾ പോലും ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതവര് ബുദ്ധി കൊണ്ട് വിശ്വസിക്കുന്നതല്ല, അനുഭവത്തിൽ തിരിച്ചറിഞ്ഞിട്ട് യാക്കോബ് സ്ഥലം പറയുന്നത് അവർ വിറയ്ക്കുകയാണ്, ഭയന്ന് വിറയ്ക്കുക ദൈവസാന്നിധ്യം വരുമ്പോഴും. ഇതിനകത്ത് മറ്റൊരു സൂചന നമുക്കുള്ളത്, ഒരു പാഠമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പക്കല് പിശാചുക്കള് കയറി വരാനും നമ്മളെ ഇടപെടാനും നമ്മളെ കീഴ്പ്പെടുത്താനും ഇടവരാതിരിക്കാനുള്ള മാർഗമെന്ന് പറയുന്നത് നമ്മൾ ദൈവസാന്നിധ്യം നിറച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ ദൈവസാന്നിധ്യം നിറയുന്നത് അനുസരിച്ച് പൈശാചിക സാന്നിധ്യങ്ങളും ആക്രമണവും നമുക്കെതിരെയുള്ളത് വിട്ടുപോകും. നമ്മൾ കാണുന്ന സംഖ്യ 23 കാണുന്ന
ഒരു ബാലാമിൻ്റെ നിസ്സഹായത ഇസ്രായേൽക്കാരെ ശമിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കാരണം പറയുന്നത് അവിടെ ദൈവം അവിടെ കൂടെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഈശോയുടെ മനുഷ്യാവതാരം വഴി നമുക്ക് ദൈവം തരുന്ന ഏറ്റവും സഹായം അത് തന്നെയല്ലേ. നമ്മുടെ ദൈവം നമ്മോടുകൂടി ഇമ്മാനുവേൽ. ഓരോ കുർബാന സ്വീകരണം വഴി ഈശോ പഠിപ്പിക്കുന്ന അനുഭവം നമുക്കുള്ളത് എന്താ? യോഹന്നാൻ 6 വായിക്കുന്നത് എന്താണ്? ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നിൽ, ഞാൻ അവനിൽ വസിക്കും. ദൈവം വസിക്കുന്ന ജനമായിട്ട് മാറുമ്പോൾ കറണ്ടുള്ള കമ്പിയായിട്ട് മാറുന്ന അനുഭവമാണ്. കറണ്ടുള്ള കമ്പിയിൽ ആരും കളിക്കാൻ വരികയല്ല. ദൈവം കൂടുതൽ വ്യക്തികൾക്ക് ഒരു തിന്മയും ഫലിക്കുകയില്ല. ഇപ്പോൾ കുർബാനയുടെ ആചരണവും അർപ്പണവും ആഘോഷവും എല്ലാം വഴി നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവസാന്നിധ്യം കൂടുതൽ നിറയുന്ന, കുർബാന സ്വീകരണം വഴി നമ്മൾ അത് സാന്നിധ്യം നിറയുന്നു. അതുവഴി നമുക്ക് കിട്ടുന്ന വലിയ സംരക്ഷണം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ സാന്നിധ്യവും മാത്രം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.